ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഉപ്പയുടെ വിളിക്കാം. റിയാന്റെ ചോദ്യം മുതിർന്നു. അവൾ അകത്തേക്ക് തന്നെ തിരിച്ചു കയറി. അഫ്ര ആ പോക്കി നിൽക്കുന്നതിനോടൊപ്പം അവൻ ആദ്യോടായി പറഞ്ഞു, ഇതാണോ? അപ്പോഴേക്ക് അവളുടെ ഉപ്പയും ഇറങ്ങി വന്നിരുന്നു. വാതിലിന് മറവിലെന്ന പോലെ അഫ്രയും. അഫ്ര എന്റെ പെങ്ങളാ, ഇവളൊന്ന് അകത്തേക്ക് കൂട്ടു. വേഷക്കൊന്ന് മാറി ഫ്രഷ് ആവുന്ന സഹായം ചെയ്തെടുക്കുമോ? റിയാൻ ചോദിച്ച അഫ്ര വെളിയിലേക്ക് ഇറങ്ങി വന്ന ആദ്യം നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൾ അകത്തേക്ക് ക്ഷണിച്ചു. വാ. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം റെയ്ഹാനെ നോക്കി. ചെല്ല്, നേരത്തെ പറഞ്ഞില്ലേ, പേടിക്കണ്ട. ആ വാക്കുകൾ കേട്ടത് ആദിക്ക് ആശ്വാസമായി. അഫ്രയോടൊപ്പം അവൾ അകത്തേക്ക് കയറി ചെന്നു. റിയാൻ ഉപ്പ് വിളിച്ച സീറ്റ് ഔട്ടിലേക്ക് ഇരുത്തി. നേരെ ഇത്ര വൈകിയതിനും അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിനും ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. അത്രമേൽ വിശദീകരണത്തിന് നിന്നില്ല. ഉണ്ടായതെന്താണെന്ന് അവൻ ചുരുക്കി പറഞ്ഞു. കൂടെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ആദ്യം അവിടെ താമസിപ്പിക്കാനുള്ള സമ്മതവും ചോദിച്ചു. ഖാലിദിന്റെ പേര് കേട്ടപ്പോഴേ ആ മാതാപിതാക്കളുടെ ഹൃദയം പെരുമ്പുറോട്ടാൻ തുടങ്ങിയിരുന്നു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവർ ആദിക്ക് അവിടെ താമസിക്കാനുള്ള സമ്മതം നൽകി. അപ്പോഴേക്കും ആദി കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. അഫ്രയ അവൾ ഒന്നിച്ച് സിറ്റൗട്ടിലേക്ക് വന്നു. മോളെ, ഇന്നു മുതൽ കുറച്ചു ദിവസത്തേക്ക് ഈ മോള് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നവരെ. ശരിപ്പാ. ആദി റെയ്ഹാനെ നോക്കി. ഒന്നുമില്ല, ഇവിടെ നീ സുരക്ഷിതയായിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് വരികയും ചെയ്യാം. മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഉപ്പ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആകുന്നവരെ നിനക്ക് തങ്ങാൻ പറ്റിയൊരിടം അത് ഇത് തന്നെയാ. ആളൊരു അർത്ഥസമ്മതം നൽകി. മനസ്സിലൊരായിരം ചിന്തകൾ ഒരുമിച്ച് ഓടുന്നുണ്ടായിരുന്നു അപ്പോഴും. എന്നാ ഞാൻ പോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് ആ ഇരുന്നിടന്ന് എഴുന്നേറ്റു. പക്ഷെ ഉപ്പ സമ്മതിച്ചില്ല. ഈ രാത്രി ഇനി എങ്ങും പോവേണ്ടതിനെ തീർത്ത് പറഞ്ഞു. ആ വാക്കുകളെ ഒന്നടങ്കം തട്ടിത്തെറിപ്പിച്ച് കളയാൻ റെയ്ഹാനും മനസ്സ് വന്നില്ല. അവരോടൊപ്പം അവനകത്തേക്ക് കയറി. ആ സമയങ്ങളിലെല്ലാം ആ ഫ്രീയുടെ മിഴികൾ റെയ്ഹാന്റെ മുഖത്ത് തറഞ്ഞു കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് അവന്റെ നോട്ടാവളിലേക്ക് എത്തുമ്പോൾ അതിന് നേരിടാൻ കഴിയാത്ത പോലെ അവൾ മിഴികൾ താഴ്ത്തും. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ. ഉപ്പയോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഊറി ചിരിക്കുകയായിരുന്നു. ആദ്യ അഫ്രയോടൊപ്പം അവളുടെ മുറിയിലേക്കാക്കി. റെയ്ഹാന് കിടക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന അടുത്ത റൂം കാണിച്ചു കൊടുത്തു. ഉമ്മയും ഉപ്പയും അവരുടെ ബെഡ്റൂമിലേക്ക് കയറി. ബെഡിലേക്ക് കയറിയത് ആദിക്ക് ഓർമ്മയുള്ളൂ. അഫ്രയോട് ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചു കാണും. അപ്പോഴേക്കും കണ്ണുകൾ കൂമ്പി അടഞ്ഞ് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു അവൾ. അത്രയ്ക്ക് അവളെ ക്ഷീണം തളർത്തിയിരുന്നു. പുതപ്പെടുത്ത് അവളുടെ മേലേക്കിട്ട് പോലെ അഫ്രയാണ്. പക്ഷേ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അവളുടെ കണ്ണുകൾ മാത്രം ഉറക്കം തട്ടിയില്ല. ചിന്തകൾ മുഴുവൻ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന എന്റെ പ്രണയത്തെക്കുറിച്ചായിരുന്നു. മെല്ലെ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് നടന്നു. തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ തണുത്ത കാറ്റ് അവളെ തഴുകിക്കൊണ്ടിരുന്നു. അല്പനേരം അങ്ങനെ നിന്ന ശേഷം ഏതോ ഓർമ്മയിൽ അവളുടെ കാലുകൾ മെല്ലെ പുറത്തേക്ക് ചലിച്ചു. റെയ്ഹാന്റെ റൂമിന് മുമ്പിൽ ചെന്ന് നോക്കുമ്പോൾ വാതിൽ പാതി ചാരിയിട്ടേയുള്ളൂ. അവൾ അകത്തേക്കൊന്ന് എത്തി നോക്കി. കട്ടിൽ മറന്നു കിടക്കുന്നുണ്ട് അവൻ. കുറച്ചു സമയം നോക്കിയെന്നിട്ടും അനക്കമൊന്നും കാണാത്തതുകൊണ്ട് നല്ല ഉറക്കമാണെന്ന് അവൾ ഊഹിച്ചു. മെല്ലെ അവനരികിലേക്ക് നടന്ന് ആ അരികിലായിരുന്നു. റൂമിലെ അരണ്ട വെളിച്ചത്തിലും അവന്റെ മുഖം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ സൗന്ദര്യവും ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ചുണ്ടിലൊരു ചെറുമന്ദഹാസം വിരിഞ്ഞു. കൺപോളകളെ മറച്ചുകൊണ്ട് വീണിടക്കുന്ന അവന്റെ മുടിയിഴകളെ അവൻ മെല്ലെ ഒതുക്കി കൊടുത്തു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവളുടെ കയ്യിൽ അവന്റെ പിടി വീണു. അഫ്രയുടെ ഉള്ളം കിടികിടാ വിറക്കാൻ തുടങ്ങി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴതാ തന്റെ വിരലുകൾക്കിടയിൽ അവന്റെ കാപ്പി കണ്ണുകൾ. ആ മുഖത്തു നിന്നും തന്റെ കൈ പോലും പിൻവലിക്കാൻ കഴിയാതെ അവൾ തറഞ്ഞുപോയി. പതിയെ അവൻ തന്നെ അവളുടെ കൈയിനെ എടുത്തു മാറ്റി. മൃദുലമായ അവളുടെ വിരലുകൾ മുഖമാകിഴഞ്ഞതും ഒരു വേള അവൻ മിഴികൾ ചിമ്മി തുറന്നു. എന്നിട്ട് അവളുടെ കൈയിനെ അവൻ മോചിപ്പിച്ചില്ലായിരുന്നു. എന്താടി, മര്യാദക്ക് കിടന്നുറങ്ങുന്ന എന്റെ ചാരിത്രം നശിപ്പിക്കാൻ വന്നാ നീ? പകരം വീട്ടാനുള്ള പരിപാടിയാണോ? അവളൊന്നും മിണ്ടിയില്ല. അവന് മുമ്പിൽ തലകുമ്പിട്ടിരുന്നു. റെയ്ഹാൻ എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായിരുന്നു. എന്തിനാ വന്ന്? അവന്റെ ശബ്ദം അല്പം മയപ്പെട്ടിരുന്നു. വെറുതെ. അവനെ നോക്കാതെ അവൾ പറഞ്ഞു. വെറുതെയോ? എന്നെ കാണാൻ തോന്നിയോ? അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു റെയ്ഹാൻ. ഇല്ലെന്ന് അവൾ പതിയെ തലയലിപ്പിച്ചു. അവനൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. ഞാൻ പോട്ടെ ആദി, അവളെങ്ങനെ ഉറക്കം വിട്ട് എഴുന്നേറ്റ? അവന്റെ കൈക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട തന്റെ കൈ ധൃതിയിൽ വലിച്ചൂരിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളങ്ങനെ എഴുന്നേൽക്കാനൊന്നും പോകുന്നില്ല. ഉറങ്ങിയാ പിന്നെ ദുനിയാവ് ഓർമ്മയുണ്ടാവില്ല ആ പോത്തിന്. ഏതായാലും വന്നല്ലേ, ഇന്നിവിടെ കിടന്നു. കുസൃതിയോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ അടിവയറ്റിലൊരു കത്തൽ അനുഭവപ്പെട്ടു. അവന് പിടികൊടുക്കാതെ പെട്ടെന്ന് പുറകിലേക്ക് വലിഞ്ഞു. എന്തേ, വരുന്നില്ലേ? ഇല്ല, ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. അതും പറഞ്ഞ് അവൾ ധൃതിയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴും മായാതെ റെയ്ഹാന്റെ ചുണ്ടിലൊരു കുസൃതി ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വെയിൽ കണ്ണിൽ തട്ടിയിട്ടാണ് റെയ്ഹാനും ആദ്യം എഴുന്നേൽക്കുന്നത്. എന്നിട്ടും ആദ്യക്കൊരു അന്തവും ബോധവും കിട്ടുന്നുണ്ടായിരുന്നില്ല. റെയ്ഹാനാണെങ്കിൽ സമയം ഇത്ര വൈകിയെന്ന ടെൻഷനിലും. ഫ്രഷ് ആവൽ കഴിഞ്ഞ് രണ്ടും ഒരുമിച്ചാണ് ഹാളിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു.
അവര് മാത്രമേ ഇനി കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞു രണ്ടുപേരും ഇരുന്നു. അഫ്ര ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് വിളമ്പി. കഴിഞ്ഞ രാത്രി സംഭവിച്ചോർത്ത് ചമ്മല് തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൾ റിഹാന്റെ മുമ്പിൽ പെരുമാറി. കുറച്ചെന്തോ കഴിച്ചെന്ന് വരുത്തി അവൻ എഴുന്നേറ്റു. ഒപ്പം ആദ്യം അവൾക്കും വേണ്ടായിരുന്നു, മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു ഫുഡിനോടൊക്കെ. കൈ കഴുകി വന്നതിന് ശേഷം അവന് ഉമ്മയെ വിളിച്ച് യാത്ര പറഞ്ഞു. ആദ്യോടും തിരിച്ചും മറിച്ചും കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. തന്നെ മാത്രം മൈൻഡ് ചെയ്യാത്ത കണ്ട് അഫ്രയ്ക്ക് നേരിയ നോവ് തോന്നി. അവളൊരു അരികിലേക്ക് മാറി നിന്നു. അഫ്ര, അവന്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. ഞാൻ വരുന്നവരെന്റെ പെങ്ങളെ നന്നായിട്ട് നോക്കണം കേട്ടോ. മുമ്പ് 500 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറങ്ങാൻ നേരം ഒന്നുകൂടി അവളെ ഓർമ്മപ്പെടുത്തി അവൻ. അത് സമ്മതിച്ചുകൊണ്ട് അഫ്ര തലയനക്കി. പോട്ടെ, ചെന്നിട്ട് വിളിക്കാട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അഫ്രയ്ക്ക് മാത്രം കേൾക്കാൻ പാതിന് പറഞ്ഞു റെയ്ഹാൻ. പ്രണയം തുളുമ്പുന്ന അവന്റെ ആ മിഴികൾ കൂടി കണ്ടതോടെ അവളുടെ ഹൃദയം തണുത്തു. റെയ്ഹാൻ ജീപ്പിലേക്ക് കയറിയപ്പോഴാണ് ആദിക്ക് ആ കാര്യം ഓർമ്മ വന്നു. അവൾ പെട്ടെന്ന് അവനരിയിലേക്ക് ചെന്നു. അവൻ സംശയത്തോടെ നെറ്റി വിളിച്ചു. അത് പിന്നെ ഇനി ആരും എന്നെ കുറിച്ച് ചോദിച്ചാലും പെങ്ങളാണെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ ആ പോലീസുകാരോട് പറഞ്ഞ പോലെ ഭാര്യയാണെന്ന് ഇനി എവിടെയും പറയാൻ നിൽക്കണ്ട. പറഞ്ഞാലെന്താ, വല്ല കുഴപ്പമുണ്ടോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദിത്തം കൂടി നീ ഏറ്റെടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതാണോ? റിയാൻ ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായി ചാവിലേക്ക് കൈ നീട്ടി. അപ്പോഴാണ് അവന്റെ ബോധമണ്ഡലത്തിൽ ബൾബ് എത്തുന്നത്. അവൻ ആദിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു. എന്താ നീ പറഞ്ഞേ? നീ പ്രഗ്നന്റ് ആണോ? അതെ, ഞാൻ പ്രഗ്നന്റാ. വണ്ടിയിലേക്ക് കയറിയതിന്റെ ഡബിൾ സ്പീഡിൽ അവൻ ചാടി പുറത്തേക്ക് തന്നെ ഇറങ്ങി. അത് നീ എന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ, അല്ലെങ്കിൽ ഉള്ളതാണോ? ഞാനെന്തിന് നിന്നോട് കള്ളം പറയണം റിഹാൻ? നിന്നെ പരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എത്ര സന്തോഷത്തോടെയാ ആ രാത്രി ഞാൻ ഫെബിക്കാനെ നോക്കിയിരുന്നെന്നറിയോ? ഏതൊരു പെണ്ണ് ആഗ്രഹിക്കുന്ന പോലെ ആ വാർത്ത ഇക്കാനോട് പങ്കുവെക്കുന്ന മനോഹര നിമിഷം കാത്തിരിക്കാനും ഞാനും. എനിക്ക് വന്നു ചേർന്നൊരു പരീക്ഷണം നോക്ക് നീ. വീണ്ടും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. റെയ്ഹാന്റെ ഉള്ളിൽ എവിടെയോ ഫെബിയോട് ദേഷ്യം തോന്നി. വീട്ടിലേക്കാ ഞാൻ പോകുന്നു, അവനൊന്ന് കാണട്ടെ. ആദ്യം പിടിച്ച് 2 പൊട്ടിക്കണം, എന്നിട്ട് ബാക്കി വർത്താനം. റെയ്ഹാൻ നിന്ന് പല്ലിറുമി. വേണ്ടടാ, ഇപ്പൊ ഒന്നും പറയണ്ട. അറിഞ്ഞാൽ ഇക്കാനെ വിശ്വസിക്കില്ല. ഉള്ളിനെ സംശയം വെച്ച് പെരുമാറിയ എനിക്കത് സഹിക്കാവുന്നതിൽ അപ്പുറം. എല്ലാം കലങ്ങി തെളിയട്ടെ, എന്നിട്ട് അറിഞ്ഞാൽ മതി. അതുവരെ ഇതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ചുണ്ട് കടിച്ചു പിടിച്ചവള് വിതുമ്പലടക്കി. ഞാൻ എന്താ നിന്നോട് പറഞ്ഞു വേണേ? എനിക്ക് കുറച്ച് സമയം താ. നീ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിന്റെ ഫെബിക്കാനും നിനക്ക് തന്നെ തിരിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി ഇങ്ങനെ കരഞ്ഞിരുന്നാലൊന്നും ശരിയാവില്ല. മനസ്സിന് ധൈര്യം കൊടുക്കണം, അല്ലെങ്കിൽ അത് ബാധിക്കുന്ന കുഞ്ഞിനെ കൂടിയാ. ഞാൻ ഓക്കെയാണ് അറിയാൻ. പറയുമ്പോഴും കണ്ണുകൾ തുളുമ്പി തന്നെ ഇരുന്ന അവളുടെ. എന്നിട്ടാണോ മുഖം ഇങ്ങനെ? ആൾ വേഗം നിറഞ്ഞ മിഴികൾ തുടച്ച് അവന് നോക്കി പുഞ്ചിരിച്ചു. കണ്ടില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. റെയ്ഹാന്റെ ഉള്ളിലും ചെറിയ വേദന തോന്നുന്നുണ്ടായിരുന്നു അവളെ ഓർത്തു. ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നതിന് പകരം ഏതോ ഒരു വീട്ടിൽ, അതും ഈ അവസ്ഥയിൽ. അവനൊന്ന് ഇടിവീർപ്പെട്ടു. റിയാൻ, ആഷി ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അവനെ. കണ്ണുറന്ന് എന്നെ അന്വേഷിക്കില്ലേ? അപ്പൊ എന്തു പറയും? തെറ്റ് ചെയ്തിട്ട് ഇറക്കി വിട്ടൊന്ന് പറഞ്ഞു കൊടുക്കോ? അവരെല്ലാം കൂടി അവനെന്നെ അവിശ്വസിക്കോ? നീ ഒന്ന് സമാധാനപ്പെടേണ്ട പൊന്നാദി. നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്നങ്ങോട്ട് എത്തിക്കോട്ടെ, ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കാം. എന്നിട്ട് നിനക്ക് വിളിച്ച് വിവരം തരാം. അതുപോലെ ഇന്നത്തേക്കാവ് മതി. പക്ഷെ എനിക്ക് കാണണം അവനെ, അടുത്ത് ചേർന്നിരിക്കണം, സംസാരിക്കണം. വഴിയുണ്ടാക്കാം. തൽക്കാലം നീ ഇപ്പൊ പോയി വിശ്രമിക്കുക. ഇന്നലെ തൊട്ട് ഓടിയാണ് നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റ്. ഞാൻ പോവാ. അവൻ ജീപ്പിലേക്ക് കയറി അകത്തേക്കൊന്ന് കണ്ണുകൾ പായിച്ച ശേഷം ആദിയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് തിരിച്ചു. റൂമിലേക്ക് കയറുമ്പോൾ കണ്ണിന് മുകളിലേക്ക് കയ്യും വെച്ച് ബെഡിൽ മലന്നിടക്കായിരുന്നു ഫെബി. സോന ചെന്ന് അവനരിയിലിരുന്നു. എന്നിട്ടും അനക്കൊന്നും കാണാത്തവും അവൾ മെല്ലെ അവന്റെ കൈമേൽ തന്റെ കൈയെടുത്ത് വെച്ചു. ഒരു തണുപ്പറിഞ്ഞ് അവൻ പെട്ടെന്ന് കണ്ണിന് മുകളിലെ കൈയെടുത്ത് നോക്കുമ്പോൾ അടുത്ത് സോനിരിക്കുന്നു. വന്നതേ ഉള്ളൂ. ഞാനൊന്ന് മയങ്ങിപ്പോയി. എന്തിനാ അടച്ചുകൂട്ടി ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത്? കൂടുതൽ ഭ്രാന്ത് പിടിക്കാനോ? താഴേക്ക് ഇറങ്ങി വന്നോടെ ഇക്കാക്ക്? കഴിയുന്നില്ലടി, ഒന്നിനൊരു മൂഡ് തോന്നില്ല. എനിക്ക് മനസ്സിലാവും. ജീവനത്തിലെ സ്നേഹിച്ചവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് അത് അനുഭവിച്ച് തന്നെ അറിയണം. സോനയുടെ മുഖമാകെ ഒരു സങ്കടം തളം കെട്ടി വന്നു. അവൾ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ഫെബിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവന് എന്ത് മറുപടി പറയുന്നറിയാതെ അവനങ്ങനെ ഇരുന്നു. എന്നാലും ഇക്ക അവനിങ്ങനെ ചെയ്തല്ലോ, അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. ആദ്യം പിന്നെ ഇന്നലെ കണ്ടാണെന്ന് വെക്കാം. അവളെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളുടെ എൻഗേജ്മെന്റ് ഇക്ക നാട്ടിലില്ല. എന്നാലൊരു ഫോട്ടോ പോലും ഇടാല്ല. ഞാനെല്ലാം വാട്സാപ്പ് ചെയ്താ. അത് കണ്ടപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങളിങ്ങനെ വഷളാവില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഉമ്മയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ആ ബെഡിൽ നിന്ന് ഇപ്പോഴും എണീറ്റിട്ടില്ല. പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന ആകെയുള്ളൊരു ആൺതരിയിൽ നിന്നും നാണക്കേട് ഉണ്ടാക്കി വെക്കും ഇത് ഇതുപോലെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ആർക്കാ സഹിക്കാൻ കഴിയുക? എല്ലാവർക്കും താൽക്കാലിക സുഖം മാത്രം മതി. മറ്റുള്ളവരുടെ വേദനയൊന്നും ആർക്കും അറിയണ്ടല്ലോ. പറഞ്ഞിരുത്തി നെടുവീർപ്പോടെ സോന കണ്ണുകൾ തുറക്കുമ്പോൾ മരിച്ച മനസ്സുമായി ഫെബി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഡാ ഫെബി, വിളിച്ചോണ്ട് നജീബ് അകത്തേക്ക് കയറി വന്നു. അവനെ കണ്ട് സോന ബെഡിൽ നിന്ന് എണീറ്റു. നിന്റെ ഫോൺ ഇത് എന്ത് ചെയ്ത് വെച്ചിരിക്കടാ? എത്ര തവണ ഞാൻ വിളിക്കുന്നു?
ചോദിച്ചപ്പോഴാണ് അവനതേക്കുറിച്ച് ആലോചിക്കുന്നത്. എടുത്തു നോക്കുമ്പോൾ ചാർജ് കഴിഞ്ഞ് ചത്തി കിടക്കുന്നു. അവൻ എഴുന്നേറ്റ് ചാർജർ കണക്ട് ചെയ്തു. എന്തുണ്ടൊരു വിശേഷം? ആ അങ്ങനെയൊക്കെ പോകുന്നു പറയുമ്പോഴാണ് അവളുടെ മുഖം നജീബ് ശ്രദ്ധിക്കുന്നത്. കരഞ്ഞ് ചുവന്ന പോലെ. അവൻ ഫെബിയെ നോക്കി. അവിടെയും വലിയ തെളിച്ചമൊന്നുമില്ല. ആകെ വാടിത്തളർന്നിരിക്കുന്നു. താഴെ നിന്ന് കയറി വന്നപ്പോഴേ എന്തോ പന്തിയേട് തോന്നിയതാണ്. കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായി. എന്താടാ എന്തു പറ്റി എല്ലാവർക്കും? മൊത്തത്തിലൊരു മൂകത. ആദ്യയുടെ അവൻ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. ഫെബിയും സോനയും മുഖാമുഖം നോക്കി. ഉണ്ടായതൊക്കെ ഫെബി തന്നെ വിശദീകരിക്കട്ടെ എന്ന് കരുതി സോന വെളിയിലേക്ക് ഇറങ്ങിക്കൊടുത്തു. അവള് പോയത് നജീബ് വേഗം ചെന്ന് വാതിലൊൽപ്പം ചാരി വെച്ചു. അവൻ ഫെബിയുടെ തൊട്ടരികിൽ പോയിരുന്ന് പ്രശ്നമെന്താണെന്ന് ഒന്നുകൂടി തിരക്കിയതും ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഒരിടം കിട്ടിയതുപോലെ നജീബിനെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. എന്റെ പടച്ചോനെ, നേരെ പുലർന്നി പിന്നെ ഇതിപ്പോ എത്രാമത്തെ തവണ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരുന്ന. ഛർദിച്ച് വളർന്നിരിക്കുന്ന ആദ്യ ചുടുവെള്ളം കുടിപ്പിക്കുന്നതിനിടയിൽ അഫ്രയോടായി ഉമ്മ പറഞ്ഞു. ഏയ് വേണ്ടുമ്മ, ഒന്നുമില്ല, കുറച്ച് സമയം കിടന്നാ മതി, ശരിയായിക്കോളും. ആള് പറയുന്നുണ്ടെങ്കിലും ഉമ്മയ്ക്ക് അങ്ങോട്ട് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉപ്പയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുമില്ല. എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് അവരങ്ങനെ ഇരുന്നു. റിയാനെ വിളിച്ച് പറയലേട്ടോ നീ, അല്ലെങ്കിൽ തന്നെ സ്വസ്ഥയില്ലാതെ പാവിടുന്ന് പോയത്. ഇതും കൂടി കേട്ട പിന്നെ അവന്റെ വയ്യായിക്കൊന്നും കാര്യമാക്കാതെ ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞെത്തും. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അഫ്രയോട് ആദ്യം പറഞ്ഞു. ഇല്ല, ഞാൻ പറയുന്നില്ല. കുറച്ച് സമയം കൂടി കിടന്നോക്കട്ടെ, എന്നിട്ടും ക്ഷീണം മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ കാര്യം ആലോചിക്കാം. രണ്ടുപേരോടുമായി പറഞ്ഞ് അഫ്രയോടൊപ്പം റൂമിലേക്ക് നടന്നു. ബെഡിലേക്ക് ചാഞ്ഞപ്പോൾ തന്നെ അല്പം ആശ്വാസം തോന്നി അവൾക്ക്. അഫ്രയോട് അരികിലായി ചെന്നിരുന്നു. കാല് തിരുമ്മി തരണ ആദി. ഏയ് വേണ്ട. പിന്നെന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. റിയാൻ തിരിച്ചെത്തി ആദ്യം അന്വേഷിക്കുക നീ എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചിരുന്നു എന്നായിരിക്കും. പറയുമ്പോൾ അഫ്രയുടെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയായിരുന്നു. പാവാവൻ, വെറും പാവം. കുറച്ച് ദിവസം എൻ്റെ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അവനെക്കുറിച്ച്. അതോർത്തിപ്പോൾ ഞാൻ ഖേദിക്കുക. ആദിയുടെ മുഖം വാടി. അവനെ പോലെ ഒരാളെ കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് നീ എന്തിനാ അവൻ അവോയ്ഡ് ചെയ്യുന്നത്? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആദിക്ക്. റെയ്ഹാൻ എന്താ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞ്? അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ എന്ന്. അവന് നിനക്ക് ഇഷ്ടമല്ലെന്ന്. ആദിയുടെ മറുപടി കേട്ട് ആഫ്രയൊന്ന് പുഞ്ചിരിച്ചു. വേറൊന്നും പറഞ്ഞില്ലേ അവൻ? വേറെന്ത്? കാലിതി ചതിച്ച പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞില്ലേ അവൻ? എന്താ? ചതിയിലൂടെ എന്നെ നേടിയിരിക്കാൻ ശ്രമിച്ച കാലിദിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ കൊണ്ടുവന്ന് റെയ്ഹാന. ആഫ്രയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് 7 കടലും കടന്നു പോയിരുന്ന ആദിയുടെ ക്ഷീണം മുഴുവൻ ബാക്കി കൂടി കേൾക്കാനായി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. നോ, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു പെണ്ണല്ല ആദി. എനിക്കറിയാവളെ. 3 വർഷം ഞാൻ ഈ നെഞ്ചിനുള്ളിൽ കൊണ്ടുവന്ന ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് നീ കുറ്റപ്പെടുത്തിയാലും നിന്നെ ഞാൻ സമ്മതിച്ചിട്ടില്ല. എനിക്കറിയാം അവളങ്ങനെ തെറ്റിലേക്ക് പോയില്ലെന്ന്. ഫെബി പറഞ്ഞൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ചെവി പത്തിക്കൊണ്ട് അലറുകയായിരുന്നു നജീബ്. അവന്റെ ആ പ്രവൃത്തി കണ്ട് ഫെബി ഒരു നിമിഷം അന്തിച്ചു പോയി. കണ്ണൂരിട്ടി പിടിച്ചവൻ നജീബിനെ തന്നെ നോക്കിയിരുന്നു പോയി അല്പനേരം. 3 വർഷം പ്രണയിച്ച് നടന്നിട്ടുണ്ട്. ഒരു ഉമ്മ ചോദിച്ചാൽ പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് തരൂ എന്ന് പറയുന്ന അവളുടെ മുഖമായിരുന്നു ആ നിമിഷങ്ങളൊക്കെ നജീബിന്റെ മനസ്സിൽ. അത് പറയാനായി നാവ് തരിച്ചുമാണ്. പിന്നെ എന്തോ ഫെബിയുടെ മുഖത്ത് നോക്കി പറയാൻ സാധിച്ചില്ല അവന്. എടാ അതല്ല, ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലടാ എനിക്കിതുവരെ. നിന്നെ ജീവനാടാ അവൾക്ക്. അവള് നിന്നെ മറന്ന് വേറൊരുത്തിരിപ്പം പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ, അവൾ അങ്ങനെ ചെയ്യില്ല. ഫെബിയുടെ തുറിച്ചോട്ടത്തിലൊന്നും പതിരെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ശബ്ദം താഴ്ത്തി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു നജീബ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവനോട്. അല്ലാതെ സത്യം തെളിയുന്നതിന് മുന്നേ അവളെ ഇറക്കി വിട്ടത് ഒട്ടും ശരിയായില്ല. പുറകിൽ റെയ്ഹാന്റെ ശബ്ദമുയർന്നതും രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. റെയ്ഹാനും കൂടി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോടെ ഫെബിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതായി. സത്യാവസ്ഥ എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് അറിയാൻ ശ്രമിക്കായിരുന്നു നിൽക്കുക. എന്നിട്ട് മതിയായിരുന്നു ഇറക്കിവിടലൊക്കെ. ഞാനായതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടേ ഉള്ളൂ. എന്റെ സ്ഥാനത്ത് നീ വല്ലമായിരുന്നെങ്കിൽ അവളിപ്പോ ജീവനോടെ കാണില്ലായിരുന്നു. അതൊക്കെ നിന്റെ വെറും തോന്നലാ. സത്യം എന്താണെന്നറിയാൻ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തില്ല, ശിക്ഷിക്കുകയില്ല. അത് വിട്. ഷിഹാബ് ഖാൻ വിളിച്ചിരുന്നു ഞാൻ. നീ ഹോസ്പിറ്റലിലേക്ക് പോയില്ലെന്ന് അറിഞ്ഞു. ആഷി നിന്നോട് എന്ത് തെറ്റാ ഇത്? അവനെ ഒന്ന് കാണാൻ പോലുള്ള മനസ്സുപോലും നീ കാണിച്ചില്ലല്ലോടാ. വളരെ മോശമായി പോയി ഫെബിക്ക. അല്ലെങ്കിൽ ആദ്യമുള്ള ദേഷ്യം ബോധം പോലും നഷ്ടപ്പെട്ട് കിടക്കുന്ന ആശയോട് കൂടി കാണിക്കണമായിരുന്നോ? അങ്ങനെയൊന്നുമല്ലടാ, എൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു. അവനേക്കാൾ തകർന്നടിഞ്ഞിരിക്കലായിരുന്നു ഞാൻ. അവൻ്റെ കാര്യമൊന്നും ഓർത്തേയില്ല. ശരി, നീ ജീവുണ്ടല്ലോ, ഇപ്പൊ നീ പോയി റെഡിയായി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. റെയ്ഹാൻ പറഞ്ഞു. ഫെബി എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്നു. ശേഷം അവരൊരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് മാത്രമേ റെയ്ഹാനിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവൾക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ച വൺ സൈഡ് ലവ് ആണെന്നാ. പിന്നെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്കിവിടെ അഭയം തന്നായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഞാൻ. പറഞ്ഞു നിർത്തി ആദ്യം അഫ്രയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയെന്നല്ല കാര്യങ്ങളുടെ കിടപ്പ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കുറച്ച് വർഷം പുറകോട്ട് പോകണം. ബാംഗ്ലൂരിൽ പുതുതായി തുടങ്ങിയ ഒരു കമ്പനിയിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന പത്രപരസ്യം കണ്ട് ബയോഡാറ്റയും മറ്റും മെയിൽ ചെയ്തതിനെ തുടർന്ന് 3-ാം ദിവസം അതേ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കോൾ വരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ വെറുതെ അപ്ലൈ ചെയ്തിട്ടും അവിടുന്ന് എന്നെ വിളിച്ചു.
എനിക്ക് എന്തെങ്കിലാത്ത സന്തോഷമായിരുന്നു. പക്ഷെ പ്രശ്നം വേറെ കിടക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് ജോലി കിട്ടുക, ഒറ്റയ്ക്ക് അവിടെ പോയി താമസിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ മാത്രമല്ല കുടുംബത്തിലുള്ള ആരും തന്നെ അതിന് സമ്മതിച്ചില്ല. ആകെ നിരാശയിലായിരുന്നു ഞാൻ. മുന്നിലാണെങ്കിൽ ഒരു ദിവസം മാത്രം എന്ത് വില കൊടുത്ത് എനിക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വാശിയായിരുന്നു. അത് പറഞ്ഞ് വീണ്ടും ഉപ്പയുടെ അരികിലേക്ക് ചെന്നു. പ്രയോജനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല മുന്നത്തേനേക്കാളും ശക്തിയായി തന്നെ എതിർത്തു. ഇപ്രാവശ്യം ഞാനും വിട്ടുകൊടുത്തില്ല. പോണെന്നെ തറപ്പിച്ച് പറഞ്ഞു. ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുപോലും നടന്നു. ഉപ്പ മൂത്താപ്പാനെയും മാമാരെയൊക്കെ വിളിച്ചിരുത്തി. ജോലിയുടെ പേര് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയ ആളുകൾ പലതും പറയും, നല്ലൊരു ബന്ധം പോലും കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലായിരുന്നു എൻ്റെ മോഹം, എൻ്റെ സ്വപ്നങ്ങൾ. സാമ്പത്തികമായി നോക്കുമ്പോൾ കുടുംബത്തിൽ തന്നെ കുറച്ച് പുറകോട്ടുള്ളത് ഞങ്ങളായിരുന്നു. എല്ലാവരും ഗൾഫിലൊക്കെ പോയി ജോലിയിൽ നല്ല രീതിയിൽ സമ്പാദിച്ചപ്പോൾ എൻ്റെ ഉപ്പ മാത്രമേ ഇവിടെ പൊരിവിലത്തും കനത്ത മഴയിലും കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. AC ഒട്ടും പറ്റില്ല ഉപ്പാക്ക്. അതിലിരിക്കുമ്പോഴേക്കും തുടങ്ങും ഒരു തരം ചുമയും ശ്വാസം മുട്ടും. തീരെ നടക്കില്ലെന്ന് തോന്നിയപ്പോൾ വെറും 2 മാസം കൊണ്ട് തന്നെ പ്രവാസം അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് പോരുകയായിരുന്നു. എനിക്ക് വേണം നല്ല വീട്, കാറ്, അത്യാവശ്യ യാത്രകളൊക്കെ. അതിന് പണം വേണം, ജോലി വേണം. ഇന്റർവ്യൂ എന്താണെന്നൊന്നും അറിയില്ല. എങ്കിലും ഞാൻ പിന്നെ എൻ്റെ ഭാഗം വാദിച്ചുകൊണ്ടിരുന്നു. ഒരു കണക്കിൽ എന്നോട് നടക്കില്ലെന്ന് തോന്നിയപ്പോഴായിരിക്കും ഉപദേശിക്കാൻ വന്നവരൊക്കെ അവരുടെ പാട് നോക്കിപ്പോയി. ഉപ്പ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഈ ജോലിയുടെ പേരിൽ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അതൊറ്റയ്ക്ക് അനുഭവിച്ചോളന്നൊരു താക്കീയും തന്നു. അങ്ങനെ അന്നത്തെ രാത്രി ഞാൻ ബാംഗ്ലൂർ നഗരം സ്വപ്നം കണ്ട് ഉറങ്ങി. പലരും പലതും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും പിറ്റേന്ന് ഉപ്പ തന്നെ എന്നോടൊപ്പം പോകുന്നു. ആദ്യമായിട്ടായിരുന്നു കേരളം വിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു. അതുപോലെ സിറ്റിയിൽ. അന്തം വിട്ട് ഞാൻ കുറച്ച് സമയം ചുറ്റിലുള്ളൊക്കെ നോക്കിയിരുന്നു. പിന്നെ വന്നൊരു ഓർമ്മയിൽ ഉപ്പയും കുട്ടി ഓഫീസിനെ ലക്ഷ്യം വെച്ച് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഈ പറയുന്ന സ്ഥാപനം. അതിൻ്റെ അല്പം മാറിയൊരു ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുത്തു. അന്നത്തെ രാത്രി അവിടെ തങ്ങി. നാളത്തെ കാര്യം ഓർത്തിട്ട് ഉറക്കം വരാതെ മണിക്കൂറുകൾ ഞാൻ എങ്ങനെയൊക്കെ തള്ളി നീക്കി. ഒരുവിധം നേരം വെളുപ്പിച്ചെടുത്തു. പിറ്റേന്ന് പതിവിൽ നേരത്തെ ഉണർന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർത്തു. 10 മണിക്കാണ് ഇന്റർവ്യൂ. 5 മിനിറ്റ് മുന്നേ ഇറങ്ങിയാൽ മതി. അത്രക്കടുത്താണ് ഓഫീസ്. സമയം നീങ്ങുന്നതിനനുസരിച്ച് ചെറിയ ടെൻഷൻ തോന്നി തുടങ്ങി. എങ്കിലും നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ഉള്ളിൽ. നേരായപ്പോൾ ഉപ്പയും കൂടി ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഒരു വളവ് കഴിഞ്ഞിട്ടായതുകൊണ്ട് അതുവരെ ഞാൻ ആ ഓഫീസിൽ കണ്ടിട്ടില്ലായിരുന്നു. ഓട്ടോയിൽ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങുമ്പോഴാണ് വാ പൊളിക്കുന്നത്. അത്രയ്ക്ക് പ്രൗഢിയായിരുന്നു. അത് കണ്ടതോടെ അവിടെ ജോലി എന്ന ആഗ്രഹം ഒന്നുകൂടി ഇരട്ടിച്ചു. ഒരു ധൈര്യത്തിനൊന്ന് ഉപ്പയുടെ കൈയും പിടിച്ച് ചില്ലുകൊട്ടാരമ്പോഴുള്ള ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെന്നു. സെക്യൂരിറ്റി വന്ന് ഏത് ഭാഗത്താണ് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നടന്നു. എന്നെ പോലെ തന്നെ പല സ്വപ്നങ്ങളുമായി വന്ന 100 കണക്കിന് ആളുകൾ. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഭാഗ്യം എന്ന് ചിന്തിച്ച് ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ച ചെയറിലേക്ക് ഇരുന്നു. ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞു കാണും. ഇന്റർവ്യൂ ആരംഭിച്ചു. ഓരോരുത്തരെ വിളിക്കുന്നതിനനുസരിച്ച് എൻ്റെ നെഞ്ചിടിപ്പ് ഉയരാൻ തുടങ്ങി. എന്നിട്ടും ക്ഷമയോടെ ഞാൻ കാത്തിരുന്നു. മണിക്കൂർ 2 പിന്നിട്ടു. എൻ്റെ പേര് ഉറക്കെ വിളിച്ചു. ധൈര്യം സംഭരിച്ച് ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ഡോറിൽ 1-2 തവണ മുട്ടിക്കൊണ്ട് പതിയെ തുറന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.